ഇന്നലെയായിരുന്നു ആര്യയുടെയും രോഹിത്തിന്റെയും മകൾ റോയയുടെ പിറന്നാൾ. റോയയ്ക്ക് 13 വയസ്സ് തികഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ. ആര്യയുടെ സുഹൃത്തുക്കൾ എല്ലാവരും റോയയ്ക്ക് ആശംസകളുമായി എത്തി. എന്നാൽ അതിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും നോക്കിയതുമെല്ലാം ആര്യയുടെ ആദ്യ ഭർത്താവ്, അതായത് റോയയുടെ പിതാവ് രോഹിത്തിന്റെ പിറന്നാൾ ആശംസകൾ തന്നെയാണ്. തന്റെ മകൾ റോയയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പിതാവ് രോഹിത് എത്തിയത് തന്നെയാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചത്. മകൾക്ക് സമ്മാനവുമായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു. വലിയൊരു പാർട്ടി തന്നെയാണ് ആര്യ മകളുടെ പിറന്നാളിന് ഒരുക്കിയത്. 13-ാം വയസ്സിൻ്റെ ആഘോഷം തിമിർത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിതെന്നാണ് ആര്യ മകളുടെ പിറന്നാൾ ദിവസത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ആര്യയുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റായ കാഞ്ചീവരം തുടങ്ങിയതും ഇതേ ദിവസമാണെന്ന് ആര്യ പറയുന്നു. അവളുടെ പിറന്നാൾ ദിവസം തന്നെ ഞാനിത് തുടങ്ങാൻ കാരണം എൻ്റെ രണ്ടാമത്തെ ബേബിയാണ് കാഞ്ചീവരം എന്നാണ് ആര്യ പറയുന്നത്. കാഞ്ചീവരത്തിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെയാണ് സ്നേഹിക്കുന്നത്, പരിപാലിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് റോയയുടെ അതേ പിറന്നാൾ ദിവസം ഞാനിത് ഈ ദിവസം തിരഞ്ഞെടുത്തത്. കാഞ്ചീപുരം തുടങ്ങാനായി ഏറ്റവും നല്ല നിമിഷം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് റോയയുടെ പിറന്നാൾ ദിവസം തന്നെ ഞാൻ കാഞ്ചീപുരം തുടങ്ങിയത്. നോക്കൂ, റോയയെ പോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞും ഇന്ന് വളരെയധികം വളർന്നിരിക്കുന്നു. എല്ലാവരുടെ അടുക്കളേക്കും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് അറിയുന്നുണ്ട്. കാഞ്ചീപുരം ഇന്ന് കേരളത്തിലെ തന്നെ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. കേരളത്തിന് പുറത്തോട്ടും എത്തുന്നുണ്ട്. എല്ലാം എൻ്റെ ഭാഗ്യം തന്നെയാണ്. എൻ്റെ 2 മക്കളും ഈ ദിവസം നന്നായി തന്നെ ഇരിക്കട്ടെ. ഈ ദിവസം എൻ്റെ ഭാഗ്യം തന്നെയാണ് വീണ്ടും കുറിക്കുന്നത്. റോയയുടെ അമ്മയായി ഇരിക്കാൻ പറ്റിയതും എൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുവെന്ന് ആര്യ കുറിച്ചിരിക്കുകയാണ്. രോഹിത്തും രോഹിത്തിൻ്റെ കുടുംബവും ആര്യയ്ക്കും ആര്യയുടെ മകൾക്കും വേണ്ടി എല്ലാത്തിനും കൂടെ നിൽക്കാറുണ്ട്. ഇവർ വേർപിരിഞ്ഞുവെങ്കിലും ആര്യ ആ വീട്ടിലെ എല്ലാ ഫംഗ്ഷനുകൾക്കും പോകാറുണ്ട്. ആര്യയ്ക്കൊക്കെ ക്ഷണം എത്താറുണ്ട്. രോഹിത് ഇപ്പോൾ മറ്റൊരു കുടുംബവുമായി ജീവിക്കുകയാണ്. രോഹിത് വിവാഹം കഴിച്ച് അതിനൊരു കുഞ്ഞുമായി താമസിക്കുകയാണ്. റോയ അവിടേക്കും പോകാറുണ്ട്. കുഷി എന്നാണ് റോയയെ സ്നേഹത്തോടെ ആര്യ വിളിക്കുന്നത്. അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്കും അവൾ എത്തണം. അവരുടെ സ്നേഹവും അവൾ അറിയണം. ഒരിക്കലും അതറിയാതെ അവൾ പോകരുത്. അവളെ എന്തിനാണ് ഞാൻ അതറിയാതെ ദ്രോഹിക്കുന്നത്? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവളുടെ അച്ഛൻ്റെ വീട്ടുകാർക്കൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നും മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് അവളതെല്ലാ സ്നേഹവും അറിയണം. അവൾക്ക് കിട്ടേണ്ട സ്നേഹമൊന്നും ഞാൻ മാറ്റി നിർത്താൻ പാടില്ല. ആ സ്നേഹമെല്ലാം അവൾ അർഹിക്കുന്നത് തന്നെയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ആരാധകർക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു പോസ്റ്റായി തന്നെ മാറുകയാണിത്. ഇപ്പോൾ റോയയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുന്ന നിരവധി പേർക്ക് നന്ദി പറഞ്ഞെത്തുകയാണ് ആര്യ. റോയയ്ക്ക് സ്വന്തമായി തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖുഷി ബേബിയുടെ ആശംസകൾക്കെല്ലാം ആര്യ മറുപടിയുമായി എത്തുന്നത്. ഉടനെ തന്നെ 13 വയസ്സുകാരി ടീനേജിലേക്ക് എത്തിയ പെൺകുട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആര്യ പങ്കുവെക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.